പച്ചമരെ ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ കായംകുളത്ത് ഫേമസ് ഒരു ഹോട്ടലിലാണ്. നമ്മുടെ റെനീസ്കയുടെ കടയിലാണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇതാണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം 11 മണി 11:30 ആയി. ഞങ്ങൾ നേരെ അവിടുത്തെ കിച്ചണിലോട്ട് കയറിയപ്പോൾ ദാ നമ്മുടെ പൊറോട്ടയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ബീഫാണ് കണ്ടത്. ബീഫ് കറി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയപ്പോൾ നല്ല ബീഫ് കുറുമ അവിടെ ഉണ്ട്. ഏകദേശം കറികളൊക്കെ തീരാറായി കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കുറുമയാണ് കണ്ടത്. അത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വെല്ലുന്ന ബീഫ് റോസ്റ്റ്. എന്താ സ്മെല്ലാന്നറിയോ, നല്ല കുരുമുളകിന്റെയും നല്ല സ്വാദാണ്. ഈ കാണുന്ന നമ്മുടെ നല്ല സോഫ്റ്റ് പൊറോട്ട ഉണ്ട്. ആ പൊറോട്ട കാണുമ്പോൾ തന്നെ അറിയാം. അവനിലോട്ട് ഈ ബീഫ് കറി എടുത്ത് അങ്ങോട്ട് ഒരു മാട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കണം. എൻ്റെ മുത്തേ, എന്താ ടേസ്റ്റാന്നറിയാമോ? ഒന്നും പറയാനില്ല മച്ചാന്മാരെ. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. അതെടുത്ത് മച്ചാന്മാരെ, ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല. നമ്മൾ ഏതൊക്കെ വലിയ ഹോട്ടലിൽ പോയാലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് ഇതേ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഈ ബീഫിനകത്തിരിക്കുന്ന ഈ ഇലകളൊക്കെ കണ്ടോ, ഇതിനകത്ത് വെളുത്തുള്ളിയും നല്ല ഇഞ്ചി പേസ്റ്റും എല്ലാം നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര നമുക്ക് വയറിനൊക്കെ നല്ലതാണ്. അത്ര ടേസ്റ്റിലാണ്. ഇവിടെ ഒട്ടും കുറയത്തില്ല. ഓരോ സാധനങ്ങളും കറിക്കകത്തൊക്കെ അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. വേണ്ടേ, കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് എങ്ങനെയാൻ തന്നെ. എന്നും ഇതിനകത്ത് ഇച്ചിരി ഉള്ളി ഇടുന്നതല്ല കേട്ടോ. ഇതിനകത്ത് ചേർക്കേണ്ട സാധനം തന്നെ പുള്ളി നല്ലോണം ചേർത്തിരിക്കും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതുകൊണ്ട് സാധനത്തിന് നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിനകത്ത് നമ്മളെ കുറുമയാണ്, കുറുമയാണ്. ഈ പച്ചക്കുറുമാവിന്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് കഴിക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ, എനിക്ക് വിശക്കും. ഓക്കെ. ദിവസവും രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കടയിൽ നിന്നും 1500 മുകളിലാണ് പൊറോട്ട ഇവിടെ വിറ്റഴിയുന്നത്. പൊറോട്ട മാത്രമല്ല കേട്ടോ, പൊറോട്ടയുണ്ട്, അരിപ്പത്തിരിയുണ്ട്, ഇടിയപ്പം ഉണ്ട്, അപ്പം ഉണ്ട്, എല്ലാ ഐറ്റങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ 12 മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്.